പറയുന്ന കേട്ട എനിക്ക് വെറും രോമമില്ല. ഇതാണ് എടാ, നീ അമ്മായിന്നോ മാമാന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചാലും എനിക്കിത് ഇതാണ് രോമം ഇല്ല വേലൊന്നും. ഇതാണ്, മനസ്സിലായോ? അതാണ് രേണുസുതി. എന്താ നാം ഈ കാണുന്നത്? രേണുസുതി ചേച്ചി ഏതോ ഒരു കമന്റിനോ അല്ലെങ്കിൽ എന്തോ ഒരു കാര്യത്തിന് റിയാക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എപ്പോൾ രേണുസുതിൻ്റെ വീഡിയോ കാണുകയാണെങ്കിലും നമ്മൾ കേൾക്കുന്നതാണ്, ഞാൻ നിങ്ങളുടെ ഒന്നും വീഡിയോസ് കാണലില്ല, റിയാക്ഷൻ വീഡിയോക്കാരുടെ വീഡിയോ കാണേണ്ട ആവശ്യം എനിക്കില്ല, അതെന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല, എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും എനിക്ക് ഷെയർ ചെയ്ത് തന്നാൽ മാത്രമാണ് ഞാൻ നിങ്ങളുടെയൊക്കെ വീഡിയോ കാണുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള കമൻറ്റുകളും വർത്തമാനങ്ങളും ഒക്കെ രേണുവിൻ്റെ കയ്യിൽ നിന്ന് കേൾക്കുകയാണ്. പക്ഷെ എന്നാൽ ഇന്ന് രേണുസുതി റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈവ് വന്നതാണ് ഫേസ്ബുക്കിൽ. എന്ന് വെച്ചാൽ രേണുസുതി ഇപ്പോൾ റീസെൻ്റ്ലി ഭയങ്കര റീൽസിലോട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. കുറേ വെറൈറ്റി ഡാൻസ് സ്റ്റെപ്പുകളും റീൽസും കാര്യങ്ങളൊക്കെ രേണുസുതി ഇവിടെ ഇടുന്നുണ്ട്. ഞാൻ സൈഡിൽ ജസ്റ്റ് 1-2 കൊടുക്കാം. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോൻ്റെ താഴെ കമൻസ് വരുന്നുണ്ട്. ഓഫ്കോഴ്സ് രേണുസുതി ആയതുകൊണ്ട് തന്നെ വരുന്നതിൽ ഒരു 70% അല്ലെങ്കിൽ ഒരു 60% നെഗറ്റീവ് കമൻറ്റും ബാക്കി വരുന്ന 40% നല്ല കമൻസും. അപ്പോൾ 60% കമൻറ്റ് ഇട്ട ഫേസ്ബുക്കിലെ ആൾക്കാരോട് രേണുസുതി റിയാക്ട് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അപ്പം ഞാനിത് എടുത്ത് റിയാക്ട് ചെയ്യാണ്ടതിൻ്റെ ഒരു റീസൺ അന്നും ഇന്നും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും രേണുസുതിനെ ബാധിക്കില്ല എന്നുള്ളത്. പക്ഷെ കറണ്ട്ലി രേണുസുതിയെ ഇത് ചെറുതായിട്ട് ബാധിച്ചു എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണാം. സോ ആദ്യം തന്നെ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ. ഞാൻ ഇൻസ്റ്റയിൽ ഇടുന്ന വീഡിയോ ആണ് നേരെ ഫേസ്ബുക്കിലൂടെ കയറുന്നത്. നീയൊക്കെ എന്താ ഓർത്ത ഞാൻ നിന്റെയൊക്കെ കമന്റ് കുത്തിയിരുന്ന് വായിച്ച് എനിക്കങ്ങ് വിഷമാവുന്നു. കോപ്പ് വിഷമാവും രേണുസുതിക്ക്. രേണുസുതി എന്ന് പറയുന്നൊരു വ്യക്തി, നീയൊക്കെ എൻ്റെ ഒരു പകുതി കേട്ടെങ്കിൽ നീയൊക്കെ ഇങ്ങനെ നിൽക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ നല്ല ഒന്നാന്തരം ധൈര്യമുള്ള പെണ്ണായോണ്ടാണ് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഞാൻ കേട്ടതിന്റെ 1% നീയൊക്കെ കേൾക്കുവോ? അമ്മായിമാരൊന്ന് കേട്ട് നോക്കിക്കേ, നീയൊക്കെ നിക്കത്തില്ലല്ലോ. ഇവിടെ രേണുസുതി ലാസ്റ്റ് പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാനും സമ്മതിക്കുന്നു. കാരണം ഒരു സൈബർ ലെവലിൽ നല്ല രീതിയിലുള്ള അറ്റാക്ക് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് രേണുസുതി എന്ന് പറയുന്നത്. അത് വെറുതെ വന്ന അറ്റാക്ക് അല്ല, രേണുസുതി തന്നെ നെഗറ്റീവ് കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് രേണുസുതിക്ക് കിട്ടിയിട്ടുള്ള അറ്റാക്കുകളാണ്. ഓക്കെ, അപ്പം ഇത്രയും അറ്റാക്ക് കിട്ടിയിട്ടും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് പബ്ലിസിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കട്ടില്ല, അല്ലെങ്കിൽ എന്താ പറയുക, കാണ്ടാമൃഗത്തിൻ്റെ അത്ര തൊലിക്കട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് രേണുസുതി, അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളൊക്കെ എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്കത് പൊള്ളുമെന്ന് തോന്നുന്നുണ്ട്. ഓഫ്കോഴ്സ് രേണുസുതിക്ക് പൊള്ളിയിട്ടുണ്ട്. പൊള്ളിയതുകൊണ്ടാണല്ലോ രേണുസുതി റിയാക്ട് ചെയ്തത്. അല്ലെ എന്ത് ചെയ്യണം? മൈൻഡ് ചെയ്യരുത്. ആരെങ്കിലും എന്തേലും പറഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ നമ്മളുടേതായ രീതിയിൽ പോകണം. പക്ഷെ ഇവിടെ ഈ ഇട്ട കമൻറ്റ് രേണുസുതിക്ക് ഹേർട്ട് ചെയ്തുകൊണ്ടാണ് രേണുസുതി ഇവിടെ വന്ന് റിയാക്ട് ചെയ്തത്. അതുകൊണ്ട് പൊള്ളൂല എന്നൊരു ഡയലോഗ് വെറുതെ പറയണ്ട, നല്ല രീതിയിൽ പൊള്ളിയിട്ടുണ്ട്. ഓടും കുറ്റിയും പറിച്ചോണ്ട്. രേണുസുതി അങ്ങല്ല, ഇതല്ല ഇതൊക്കെ മേലെ കേട്ടിട്ട് ഈ പറഞ്ഞവരും ഇവരും എല്ലാവരും അല്ലാത്തവർ, ചുമ്മാ നോക്കി നിൽക്കുന്നവരും നോക്കുകൂലി ആകുന്നവരും എല്ലാവരും എനിക്കിട്ടിട്ട് രേണുസുതി എന്നൊരു 5 അടി ഉണ്ടോന്ന് എനിക്കറിയത്തില്ല, 4 അടി എങ്ങനെ കാണത്തേ ഉള്ളൂ. എനിക്ക് ആകെ ഇച്ചിരേ ഉള്ളൊരു സാധനം 40 കിലോ അത്ര ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരു വ്യക്തിയെ ഇട്ട് ഈ ലോകമെമ്പാടുമുള്ള ഓടുന്നവരും ഉണ്ട്, ഓടാത്തവരും ഉണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഈ ലോകത്തിൽ ആദ്യമായിട്ട് ചീത്തവിളി കേൾക്കുന്ന വ്യക്തിയൊന്നും അല്ല രേണുസുതി. കുറേ ചീത്ത കേട്ടിട്ടുള്ള വ്യക്തികളുണ്ട്. പക്ഷേ അത് വെച്ച് നോക്കുന്ന സമയത്ത് രേണുസുതിക്ക് കുറച്ച് കൂടുതൽ കേട്ടിട്ടുണ്ട്. അത് ഓഫ്കോഴ്സ് രേണുസുതിയുടെ സൈഡിൽ നിൽക്കുന്നു. രേണുസുതി പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നു. അപ്പം ഇത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. ഇപ്പം എനിക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗ് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്നെ മാനസികമായിട്ട് ബാധിക്കും. വീണ്ടും നെഗ് വരുത്താൻ വേണ്ട ഒരു സ്പേസ് എനിക്കൊരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. പക്ഷെ രേണുവിന് എത്ര നെഗ് വന്നാലും രേണുസുതി ഓഫ്കോഴ്സ് നെഗറ്റീവ് വരുന്ന രീതിയിലുള്ള കോണ്ടന്റുകൾ തന്നെയാണ് വീണ്ടും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ ഇവിടെ രേണുസുതിനെ തന്നെ ഒരു ബോഡി ഷേമിങ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് രേണുവിനെ പറയാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരിക്കാം രേണു ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. പക്ഷേ രേണു എന്തിനാണ് രേണുവിനെ ഇവിടെ താഴ്ത്തി കെട്ടുന്നത് എന്ന രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. കാരണം രേണു തന്നെ പറയുന്നു, ഞാൻ വളരെ ചെറിയൊരു മനുഷ്യനാണ്, എനിക്ക് വലിയ തടിയില്ല, എനിക്ക് വലിയ വെയിറ്റ് ഇല്ല, എനിക്ക് വലിയ ഹൈറ്റ് ഇല്ല, അങ്ങനെ ഘോര രേണുവിനെ പറയുന്നുണ്ട്. പക്ഷെ ആ ഹൈറ്റും വെയിറ്റും ഇതും വെച്ച് രേണുവിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ പരിപാടികളും രേണു ചെയ്യുന്നുണ്ട്.
അപ്പം നമുക്ക് നമ്മളിൽ എപ്പോഴും കോൺഫിഡൻറ്റ് ഉണ്ടാവണം, നമ്മളിൽ എപ്പോഴും ഹാപ്പി ഉണ്ടാവണം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ മാത്രമേ ഉണ്ടാവും. നമുക്കൊരു സങ്കടം വന്നാലും വിഷമം വന്നാലും ലൈഫ് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ പണ്ടത്തെ ഒരു പാട്ടുണ്ടല്ലേ, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേരുണ്ടാവും, ഒന്ന് കരയുമ്പോൾ കൂടെ കരയാൻ ആരും ഉണ്ടാവില്ല, എന്നിഴൽ മാത്രമേ ഉണ്ടാവൂ എന്നൊക്കെ പറയുന്നത് വളരെ അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ്. ഇപ്പം രേണുസുതി ചിരിച്ച് എൻജോയ് ചെയ്തുകൊണ്ട് നടക്കുന്നൊരു ടൈമാണ്. ഈ ടൈമിൽ രേണുസുതിൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാവും. ഒരു പോയിന്റ് എത്തും നമ്മളുടെ ലൈഫിൽ, നമുക്ക് ആരും ഇല്ലാണ്ടാവുന്ന ഒരു പോയിന്റ്, നമ്മളെ തന്നെ റിയലൈസ് ചെയ്യുന്നൊരു പോയിന്റ്. ആ പോയിന്റിൽ നമ്മളുടെ കുറവുകളെ വരെ നമ്മൾ ഒരുപാട് അക്സെപ്റ്റ് ചെയ്യാനും സ്നേഹിക്കാനും തുടങ്ങും. അങ്ങനെ ലൈഫ് കെട്ടിപ്പടുത്ത് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ശക്തിക്ക് നമ്മൾ ഒരിക്കലും താഴ്ത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സെൽഫ് അപ്രീസിയേഷൻ വളരെ നല്ലതാണ്. അല്ലാണ്ട് സെൽഫായിട്ട് കയറി ട്രോളാണ്ട് നിൽക്കുന്നത് നല്ല എന്നൊരു അഭിപ്രായം. കുറെ അമ്മാവന്മാരും മാമിമാരും കുറെ ഫേസ്ബുക്കും പോട്ട കുറെ ഫേക്ക് ID ചെറ്റകളും കിടന്ന് എന്നെ ഇട്ട് തെറി പറയുന്നൊക്കെ എന്തോ വലിയ സംഭവമാണെന്ന് വെച്ചിട്ട്, നിന്റെയൊക്കെ വീട്ടിൽ വന്ന് ഞാൻ എന്തേലും തോന്നിവാസം കാണിച്ചോ? നിന്റെയൊക്കെ വീട്ടിൽ വന്ന് ഒന്നും കാണിക്കുന്നില്ലല്ലോ. ഇവിടെ രേണുസുതി ചോദിച്ച 2 ചോദ്യത്തിനുള്ള ഒരു മറുപടി. ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, നിന്റെയൊക്കെ വീട്ടിൽ വന്നിട്ട് ഞാൻ എന്തെങ്കിലും കാണിച്ചോ? രേണുസുതിയുടെ ഒരു പേഴ്സണൽ സ്പേസിലല്ല. രേണുസുതി ചെയ്യുന്നത് രേണുസുതിൻ്റെ അക്കൗണ്ടിലാണ്. രേണുസുതി എന്ന് പറയുന്ന ആളുടെ നിങ്ങൾ സ്വയം കാലിനൊക്കെ വേദന ജിമ്മിൽ പോകുന്നുണ്ട്. രേണുസുതി വളരെ പേഴ്സണലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള രേണുസുതിയുടെ പ്രൊഫൈലിൽ തന്നെയാണ് രേണുസുതി വീഡിയോ ഇടുന്നത്. പക്ഷേ ഈ വീഡിയോ എന്ന് പറയുന്നത് വളരെ പബ്ലിക്കാണ്, എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലാണ് രേണു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക, എല്ലാവരും ഈ വീഡിയോൻ്റെ താഴെ കയറി കമൻ്റ് ഇടും. കമൻറ്റിൻ്റെ തന്നെ ഒരു പൊങ്കാലകൾ തന്നെ എന്ത് ചെയ്യും, ഈ വീഡിയോയിൽ സംഭവിക്കും. ഈ വീഡിയോയിൽ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ രേണുവിന് ഇങ്ങനെ കമൻറ്റ് കാര്യങ്ങൾ ബാക്കിയുള്ളവർ ഇടരുത് എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ രേണു ഒരു പ്രൈവറ്റ് അക്കൗണ്ട് ഉണ്ടാക്കുക. എന്നിട്ട് വീഡിയോസ് ഒന്നും പുറമെയുള്ള ആൾക്കാരെ കാണിക്കേണ്ട, എന്നാൽ വിഷയം തീർന്നു. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിങ്ങളൊരു സാധനം ഇടുകയാണെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ഉള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ അത് വളരെ മാനേഴ്സോട് കൂടി ആവണം. മാനേഴ്സ് അല്ലാത്ത രീതിയിലാണ് നമ്മളുടെ കമൻറ്റിന് പല വ്യക്തികളും റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അതിൻ്റെതായ രീതിയിലുള്ള ലീഗൽ കേസസിലോ പ്രൊസീജിയറിലോ പോകാനുള്ള റൈറ്റ് ഉണ്ട്. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഇവിടെ രേണുസുതി ഈ വിഷയത്തിൽ റിയാക്ട് ചെയ്തിട്ടുള്ളത് ഒരിക്കലും കറക്റ്റായിട്ടുള്ള രീതിയിലൊന്നുമല്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, രേണുസുതിയും അസഭ്യമായ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ പൊതുവേ 3 കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. ഒന്നെങ്കിൽ എന്നെ ഇങ്ങനെ വിളിച്ചാൽ ഞാൻ തിരിച്ച് അതേ രീതിയിൽ വിളിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഹെലനോസ് പാട്ടയൊക്കെ പൊതുവേ അങ്ങനെയാണ്. ആളവിടെ എന്തേ മോശമായി പെരുമാറിയാൽ ആൾ അതേ ടോണിൽ തന്നെ എന്ത് ചെയ്യും, തിരിച്ചു കൊടുക്കും. രണ്ടാമത്തത് പറഞ്ഞാൽ വളരെ മാന്യമായി മറുപടി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്, അതിന് ക്രിട്ടിസൈസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ ചോദിക്കുകയാണ്, രേണുസുധീൻ്റെ അടുത്തൊരു വ്യക്തി ഈ രീതിയിൽ പെരുമാറുമ്പം അല്ലെ ഈ രീതിയിൽ കമൻ്റ് ഇടുമ്പം അതേ രീതിയിൽ കമൻറ്റ് ആ വ്യക്തിക്ക് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതേ രീതിയിൽ കമൻറ്റ് ആ വ്യക്തിയോട് തിരിച്ചു പറയുകയാണെങ്കിൽ രേണുവും അവരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് എന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കും. കാരണം ഞാൻ പറയുന്നില്ല, കാരണം ഇവിടെ അവർ പറഞ്ഞ അതേ ടോണിലാണ് രേണുവും പറയുന്നത്. അവരുടെ ടോണിനെയാണ് രേണു ക്രിട്ടിസൈസ് ചെയ്യുന്നത്. സെയിം ടോൺ രേണുവിൻ്റെ സൈഡിൽ നിന്നും വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ. എന്തെങ്കിലും കളിയടാ, ഞാൻ അമ്മായി ആയിക്കോട്ടെ, നീ ആരാ? നീ ഒരു വെറും എന്താ പറയുക, ഒരു പ്രൊഫൈലും ഇല്ലാത്ത ഒരുത്തനല്ലേ? നീ മര്യാദയ്ക്ക് നിന്റെ പ്രൊഫൈലിൽ വാ. ഇല്ല, ഞാൻ ഹായ് ആർക്കും തരാനല്ല കേട്ടോ ഞാൻ വന്നത്, ഈ ഒരു കാര്യം പറയണം. എല്ലാവർക്കും ഹായ്. അപ്പം എന്താ പറയാ, ഈ മാമിമാരുടെ വിചാരം ഇതൊക്കെ കേൾക്കും. എന്നെ അങ്ങ് ആ കൂട്ടിയും പൂക്കുട്ടിയും അങ്ങ് പച്ചയ്ക്ക് തെറി വിളിക്കുക ഇവന്മാരതിന് മാന്യന്മാരായിട്ട് ജോലി ചെയ്യും. സ്വന്തം പ്രൊഫൈലിന് അല്ലാണ്ട് കമന്റ് ഇടുന്ന വ്യക്തികളെടുത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഭിപ്രായം പറയേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം അവർക്ക് സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി കൂടിയില്ല. പിന്നെ ഈ രീതിയിൽ അസഭ്യ വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് രേണുസുതിക്ക് കേസ് അങ്ങനത്തെ കാര്യങ്ങളിലോട്ട് എന്തായാലും പോവാം. കാരണം അതൊരിക്കലും ഒരു റൈറ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഒരിക്കലും എന്ന് വെച്ചാൽ ഒരിക്കലും റൈറ്റ് ആയിട്ടുള്ള കാര്യമല്ല. കാരണം ഇങ്ങനത്തെയൊക്കെ വാക്ക് ഒരു സ്ത്രീനെ വിളിക്കുന്നത് ഒരിക്കലും നമ്മൾ യോജിക്കുന്നില്ല. ഇപ്പം ഷിംജിത എന്ന് പറയുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നല്ല ഡിസ്കഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു BJP പ്രവർത്തകൻ വന്ന് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ നല്ല രീതിയിൽ വിമർശനങ്ങൾ നടത്തുക, മോശമായ രീതിയിൽ വിമർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് കേസിന് പോവാം. കാരണം കമൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് കേസിന് പോയ ആൾക്കാരുണ്ട്, റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈവൻ ഞാൻ പറഞ്ഞ ഈ ഹെലനോസ് പാട്ട തന്നെ പല കമൻറ്റുകളും എടുത്തു വെച്ച് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ചിലത് കേസിന് പോയിട്ട് കേസ് സക്സസ്സിലോട്ട് എത്തിക്കുന്നുണ്ട്.
അവളുടെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ വെച്ച് എന്തോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തൊരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ ജസ്ന സലീം എല്ലാവരും പുറത്ത് കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. അസഭ്യമായ രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണ്. അത് ലീഗലി കേസിൽ പോകേണ്ട സാധനം തന്നെയാണ്. എന്നെ സ്നേഹിക്കുന്നു, മക്കളെ മരുമക്കളെയൊക്കെ അവർക്കൊക്കെ നല്ല ഗ്രാൻഡ് പായും ഗ്രാൻഡ് പേരൻസ് ആയിട്ട് ഇവർ വീട്ടിൽ നിൽക്കുക. പക്ഷെ അവരുടെ ഫേസ്ബുക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. എന്നെ വിളിക്കുന്ന തെറി, ഈ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ വിളിക്കുന്ന തെറി, നിങ്ങൾ കൊച്ചുമക്കള്, വിവരമുള്ള കൊച്ചുമക്കളുണ്ടല്ലോ, അവരതുപോലെ മരുമക്കളുണ്ടല്ലോ, അവർ നിങ്ങളുടെ ഈ മാമന്മാരുടെ ഫോൺ എടുത്തൊന്ന് ചെക്ക് ചെയ്യുക. എന്താണ് ഇവര് കാട്ടിക്കൂട്ടുന്നത് എനിക്ക് മനസ്സിലായി. എനിക്കെതിരെ ഇവർക്ക് നാണമില്ലേ എന്നാ പറയുന്നത്. എന്തൊക്കെയാ പറയുന്നത്. ഞാൻ ഇപ്പൊ ഒരു കമന്റ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഫേസ്ബുക്കിലാണ് പ്രശ്നം. ഫേസ്ബുക്ക് മാമന്മാർക്കും മാമിമാർക്കുമാണ് പ്രശ്നം. ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ഒരു ഫേസ്ബുക്ക് കുറച്ച് കമന്റ്സ് എടുത്ത് വായിച്ചാൽ നിങ്ങൾ ഇപ്പൊ നോക്കി എന്റെ ഏതെങ്കിലും ഒരു വീഡിയോ ഫേസ്ബുക്കിലുണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കിയിട്ട്. രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ വീഡിയോയുടെ താഴെ പൊതുവേ ഇപ്പം കറൻ്റ്ലി എൻ്റെ ചാനലിലൊന്നും ഞാൻ അങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടില്ല. ആദ്യ കാലങ്ങളിലൊക്കെ ഭയങ്കര നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പം കറൻ്റ്ലി കുറേ ആൾക്കാരൊക്കെ ഒന്ന് പോസിറ്റീവായി വരുന്നുണ്ട്. വീഡിയോസിന് താഴെ ഈവൻ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം ആദ്യമൊക്കെ ഭയങ്കര ഫിസിക്കലി അബ്യൂസീവ് കമൻറ്റ്സ് ആയിരുന്നു. പല്ലീനെ പോലെ എലീനെ പോലെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളായിരുന്നു. ഇപ്പം കറൻ്റ്ലി ആ കമൻറ്റ്സൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞ് വന്ന് കുറച്ചൊക്കെ ഒരു മാറ്റം വന്നിട്ട് ഇപ്പോഴത്തെ കമൻറ്റ്സ് കുറച്ചും കൂടെ വേറെ ഓരോ തരത്തിലുള്ള മോശം കമൻസ് ആണ്. ഒരിക്കലും ശരിയാണെന്ന് പറയില്ല. കമൻറ്റ് മോശമായി വരികയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം കമൻറ്റ് ഓഫ് ചെയ്തിടുക. കാരണം പബ്ലിക്കിൻ്റെ വായ അടയ്ക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമ്മളിനി ഏത് കാര്യങ്ങളും എത്ര നന്നായി ചെയ്യുകയാണെങ്കിലും കുറ്റം പറയാൻ വേണ്ടി മാത്രം നടക്കുന്ന കുറേ ആൾക്കാർ നമ്മളുടെ ചുറ്റുമുണ്ട്. ഇവരെ ഒന്നും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനോ അല്ലെ ഇവരെയൊക്കെ കൊണ്ടുപോയി നന്നാക്കലോ ഒന്നും ഇപ്പം കറൻ്റ്ലി പോസിബിൾ ആയിട്ടുള്ള കാര്യമേ അല്ല. അതിൽ നന്നാവുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, നന്നാവാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പം കമൻറ്റുകൾ കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഓഫ് ചെയ്തിടുക. മെസ്സേജുകൾ കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മെസ്സേജും റീഡ് ചെയ്യാണ്ട് നിൽക്കുക. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ സോഷ്യൽ മീഡിയയിൽ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ഒഴിവാക്കി നമ്മളതായ ലോകത്തോട്ട് പോയി നമ്മളതായ രീതിയിൽ വിശ്രമിച്ച് നിൽക്കേണ്ടി വരും. അതല്ലാണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ എന്ത് ചെയ്യാനാണ്. ഈ അമ്മാവന്മാർ ഫേസ്ബുക്കിൽ പൊതുവേ ഞാൻ കണ്ടിട്ടുണ്ട് കമൻസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര കൂടുതലാണ്. ഇപ്പം ഞാൻ എന്തെങ്കിലും ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോസൊക്കെ ഫേസ്ബുക്കിൽ കൊണ്ടുപോയിട്ടൂടെ. ഞാൻ പറഞ്ഞു വേണ്ട ഈശ്വര, അതിൻ്റെ താഴെ വരുന്ന പൊങ്കാലകൾ എന്താണെന്നുള്ളത് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. പിന്നെ കുറേ ടീമുകളുണ്ട് ഇങ്ങനെ ഈ കമൻറ്റ് അടിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന കുറേ ടീമുകൾ. ടോപ്പിക് എന്താ, വിഷയം എന്താ ഒന്നും അറിയില്ല, നമ്മൾ സംസാരിക്കുന്ന എന്താ ഒന്നും അറിയില്ല. തമ്മിലാണ് കയറി കമൻറ്റ് അടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് ചീത്ത പറയുക. നമ്മൾ വീഡിയോയിൽ പറയുന്ന കാര്യത്തിനേക്കാളും പിന്നെ നീ എന്താ ഇന്ന് ഈ ടോപ്പിട്ട്, നീ എന്താ ഈ കമ്മലിട്ട്, എന്ത് ഈ ലിപ്സ്റ്റിക് ഇട്ട്, ഇങ്ങനെ പറയുന്നത്. ഇവറ്റുകളായ ഒന്നും ഒരിക്കലും അടയാൻ പറ്റില്ല. കമന്റ് സെക്ഷൻ മാത്രം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ഞാൻ ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ഫേസ്ബുക്കിൽ ഞാനിടുന്ന വീഡിയോ പോലും അല്ലായിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിൽ ഒരു റീൽ ഇടാറില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നത് നേരെ ഫേസ്ബുക്കിലോട്ട് പോകുന്നതാണ്. അപ്പം ഫേസ്ബുക്ക് റീൽ നിങ്ങളൊന്നും എടുത്തേക്ക്. നിങ്ങളുടെ കൊച്ചുമക്കളൊക്കെ നിങ്ങളെ കണ്ടല്ലേ വളരുന്നത്, മാമന്മാരെ മാമിമാരെ കണ്ടല്ലേ വളരുന്നത്. മനസ്സിലായി. അപ്പൊ ഈ വൃത്തികെട്ട തരങ്ങളാണോ നിങ്ങൾ ഈ കമന്റ് ഇടുന്നത്? നിങ്ങൾക്ക് നാണമുണ്ടോ ഫേസ്ബുക്ക് മാമന്മാരെ മാമിമാരെ? നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് എന്നെ തെറി വിളിക്കുന്നത്? ഞാൻ വീഡിയോ ചെയ്യുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? നിങ്ങളുടെ ഇതുവരെ എല്ലാം ശരിയായിരുന്നു, പക്ഷെ പിന്നെ എവിടെയോ ഒന്ന് പാളിപ്പോയി അല്ലേ? കാരണം ഞാൻ സീരിയസ്ലി പറയാം, രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച സമയത്ത് സീരിയസ്ലി ഈ ഒരു ഭാഗം വരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടേ അറിയാം. രേണുവിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. പക്ഷേ എന്നാൽ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം എന്താ, രേണുവും അല്ലെങ്കിൽ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരും തമ്മിൽ ഇവിടെ എന്ത് വ്യത്യാസമുള്ളത്? രേണുവിൻ്റെ വീഡിയോൻ്റെ താഴെ ഇടുന്ന കമൻറ്റിൻ്റെ ആദ്യത്തെ 2 അക്ഷരങ്ങൾ രേണു പറഞ്ഞിരുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം. അതിൻ്റെ ഒരു വേറെ ഫോം തന്നെയാണ് രേണു ഇപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതാണോ നിങ്ങളുടെ സംസ്കാരം? ഇതൊരു ശരിയായിട്ടുള്ള കാര്യമാണോ? കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ കമൻറ്റ് കണ്ടതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ്റെ പുറത്ത് ചിലപ്പോൾ അറിയാണ്ട് വായിൽ നിന്ന് വന്നു പോയിട്ടുള്ളൊരു കാര്യമായിരിക്കാം. എന്നെ രേണുവിൻ്റെ സംസാരം ഇത്ര കേട്ടതിൽ നിന്നറിയാം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഡു യു തിങ്ക് ദിസ് റൈറ്റ്? ഇത് ശരിയായിട്ടുള്ള കാര്യമാണോ? ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ശരിയാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്? നിങ്ങൾക്ക് ശരിക്കും 2 അഭിപ്രായമാണ് എന്ന് പറയുന്നത് ഇവിടെ ശരിക്കും യോജിക്കുന്നു. ഇത്രയും കാലം നിങ്ങൾ ഇതിനെപ്പറ്റി കുറ്റം പറഞ്ഞ സമയത്ത് നമ്മളെല്ലാവരും കേട്ട് നിന്ന് മനസ്സിലാക്കി നമ്മൾ തന്നെ പറഞ്ഞു അങ്ങനെ കമൻ്റ് ഇടുന്നവർക്ക് അഗെയിൻസ്റ്റ് ലീഗലി കേസ് പോകണമെന്ന്. ഇവിടെ രേണു എന്താണ് ഇവരെ കയറി വിളിച്ചിട്ടുള്ളത്? ഇവിടെ രേണുവിൻ്റെ സംസ്കാരം എന്താണ്? ഇത് ശരിക്കും ഒരു ഡബിൾ സ്റ്റാൻഡ് അല്ലേ? 100% ഇതൊരു ഡബിൾ സ്റ്റാൻഡാണ്.
വണ്ടി ഇതുവരെ നന്നായിട്ട് ഓടിയത്, ഇപ്പം നൈസായിട്ട് മാറിയിട്ടുണ്ട്. അതാ പറഞ്ഞത്, സോഷ്യൽ മീഡിയയിൽ അവർ കമൻ്റ് ഇടുന്നുണ്ടെങ്കിൽ പിന്നെയും പറയാം അവർക്കൊരു ഐഡൻറ്റിറ്റി ഇല്ല എന്നുള്ളത്. രേണു എന്ന് പറയുന്ന വ്യക്തി സ്വന്തം ഐഡൻറ്റിറ്റിയിൽ നിന്നുകൊണ്ടാണ് ഈ രീതിയിലുള്ള കമൻറ്റുകൾ പറയുന്നത്. ജസ്റ്റ് തിങ്ക്. ഈ അമ്മായിന്നോ മാമാന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചാലും എനിക്കിത് ഇതാണ്, ഇതേ രോമം ഇല്ല വേണ്ടൊന്നും, ഇതാണ്, മനസ്സിലായോ? അതാണ് രേണുസുതി. അപ്പൊ കുറേ വൃത്തികെട്ട കമന്റ്സ് കണ്ടിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്ക് എന്ന മേഖല ഫേസ്ബുക്ക് ഞാൻ തുറക്കാത്ത. അതുകൊണ്ടാണ് ഫേസ്ബുക്ക് തുറന്നാൽ ഞാൻ ചുമ്മാ കമന്റ് നോക്കിയത്. ആണോ മാനോ കെട്ട വൃത്തികെട്ടവരാണോ നിങ്ങളെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഈ ഫേസ്ബുക്കിൽ ചീത്തയും നെഗറ്റീവും പറയുന്ന ഈ അമ്മാവന്മാരെന്നാ നിങ്ങൾക്ക് ഉളുപ്പില്ലേ? ഉളുപ്പ് എന്ന് പറയുന്നൊരു സാധനമില്ലേ? ഞാനിവിടെ ഹെയർ ചെയ്യുമോ, അതാ ഞാൻ ക്യാമറ ഇങ്ങനെ അടുത്ത് വെച്ചേക്കണം, അവരെ കാണണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പം ഉളുപ്പില്ലാത്ത ആൾക്കാരാണോ ഈ ഇതിനകത്ത് കമൻ്റ് ഇടുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഉളുപ്പില്ലാത്ത ആൾക്കാർ, ഫേസ്ബുക്ക് മാമന്മാരും മാമിമാരും. ഞാൻ മര്യാദക്കുള്ള ഭാഷയിലാണ് ഞാൻ സംസാരിച്ചത്. കാരണം നിങ്ങളുടെയൊക്കെ കമൻറ്റ് കാണുമ്പോഴത്തേനും ഞെട്ടിപ്പോകാറുണ്ട്, മനസ്സിലായോ? ഞെട്ടിപ്പോകാറുണ്ട്. അത് നിങ്ങളുടെയൊക്കെ കൊച്ചുമക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മരുമക്കൾക്കോ ഈ കമന്റ് അങ്ങോട്ട് കിട്ടുമ്പോഴാണ് നിങ്ങൾ പഠിക്കുന്നത്. അയ്യോ നമുക്കിട്ട് പറയുമ്പോൾ അവർക്കൊന്നും കിട്ടരുത്, കാരണം എനിക്കിട്ട് കിട്ടുന്ന പോലെ ആർക്കിട്ട് കിട്ടരുതെന്നേ ഞാൻ പറയുന്നു, മനസ്സിലായോ? മാമന്മാര് കുറെ മാമിമാര് ഗോര രേണുസുതി ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും എല്ലാ ഇട്ട കമൻറ്റുകളെല്ലാം രേണുവിന് നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട് എന്നൊരു കാര്യം നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായല്ലോ. സോ അത്രയേ എനിക്കും പേഴ്സണലി പറയാനുള്ളൂ. അപ്പം നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് വീഡിയോ ഇടുന്ന സമയത്ത് ഇതൊക്കെ സഹിക്കാനുള്ള ഒരു മനക്കെട്ടി നമുക്ക് ഉണ്ടാവണം. രേണുവിന് നല്ല മനക്കെട്ടിയാന്ന് രേണു തന്നെ പറഞ്ഞു. ആ കട്ടി ഇപ്പോൾ ചെറുതായിട്ട് കുറഞ്ഞു തുടങ്ങിയോ എന്നൊരു സംശയമുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.